വരുന്നു. തീവണ്ടികളിലും സ്ത്രീകൾക്ക് സംവരണം. ബസ്സിലെ പോലെ ഇനി തീവണ്ടിയിലും സ്ത്രീകൾക്ക് പ്രത്യേക ഇരിപ്പിടം വരുന്നു. ലേഡീസ് ഒള്ളി എന്ന് രേഖപ്പെടുത്തിയ സീറ്റ് വനിതകൾക്ക് മാത്രം. നന്നായിരിക്കും. ലേഡീസിന് മാത്രമായിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്ത എഞ്ചിൻ്റെ ശബ്ദവും സ്ത്രീകളുടെ ശബ്ദവും എല്ലാം കൂടെ നല്ല രസമായിരിക്കും. പിന്നെ ആണുങ്ങളാരും കയറണ്ടായില്ല. കൈയൊന്ന് കൊടുക്കാനാ? എന്ത് കൈയൊന്ന് തിരുമൊന്ന് കൊടയാൻ? ഞാൻ എന്താ വൈദ്യനാ? വേദന എടുത്തിട്ടല്ലേ? എന്താ പറ്റിയ? അമ്മേ കൈ പറിച്ചെടുക്കാനില്ല. നിങ്ങളോട് മയത്തിനൊക്കെ പിടിക്കേ. ഇപ്പൊ എന്താ കുഴപ്പം? എന്താ പറ്റിയ? ഈ കൈ വേദന എടുക്കണം. ഞാൻ ഇന്നലെ മുതൽ പറയണല്ലേ. എന്താന്നറിയാമോ, മിക്സി കംപ്ലൈന്റ് ആയി. പിന്നെ മോള് അമ്മിയിലല്ലേ, മമ്മി ഇങ്ങനെ അരക്കല്ലേ ചെയ്യണത്. അതുകൊണ്ടാ. അതൊക്കെ മാറും. അത് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ മാറും. അതല്ല, പിന്നെ ഇതെനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം. ഡിസ്കാ? കയ്യില് ഡിസ്കാ? കയ്യിലല്ല, കഴുത്തിലുണ്ട് ഡിസ്ക്. പിന്നെ കഴുത്തിനല്ലേ വേദന വരാൻ? ഇവിടെ നിന്നല്ലേ കൈ മുളയ്ക്കുന്നത്. അതൊരു കാര്യം, ഞാനൊരു ഐഡിയ പറഞ്ഞു. ഈ വേദന ഇപ്പം മാറും. ചൂലെടുത്തിട്ട് മെല്ലെ ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ച്, അല്ലെങ്കിൽ വീട്ടിനൊക്കെ അടിച്ച് ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യും. എനിക്ക് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ഇനിയിപ്പോ ക്രയോൺസ് ഞാൻ നോക്കി തരാം. നിന്റെ ക്രയോൺസ് ഞാൻ പറഞ്ഞുതരാം. മഞ്ഞയും ചുവപ്പും പച്ചയും നീലയും കൂടെ ഇപ്പം നടന്ന് പുറത്തോട്ട് പോയി. അയ്യോ, ഭയങ്കര അവനവന്റെ സാധനം സൂക്ഷിക്കരുത്. കളർ അടിക്കുക, എവിടെയെങ്കിലും ഒന്ന് കളയുക. ഞാൻ സൂക്ഷിച്ച് എല്ലാം എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മ അടുക്കി പറക്കുമ്പോ എല്ലായിടത്തും കളയണം. അടി, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാം. അതായിരിക്കും നല്ലത്. വീട്ടിൽ ഒരു ആശുപത്രി പോയിട്ടൊരു ഇഞ്ചക്ഷൻ എടുക്കാന്ന്. എന്റെ തങ്ക, ഇതിന് ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. അത് കാലാവസ്ഥയുടെ ഇതൊക്കെ ഉണ്ടാ. അതിപ്പോ അങ്ങ് മാറിക്കോളും. ഒന്നും ഉറങ്ങിയെണീക്കുമ്പോൾ മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഭയങ്കര വേദനയും വിഷമമുണ്ടല്ലോ. പത്രം നോക്കാം, എടുത്ത സമ്മതിക്ക്. കഴിഞ്ഞ ദിവസം പല്ല് വേദന എടുത്തിട്ട് ഞാൻ ചാവാൻ പോണെന്ന് പറഞ്ഞ് കരയുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്നെ വേണമായിരുന്നു. ഞാനാ? അല്ല, ഞാൻ. പിന്നെ വേറെ കാര്യം, പല്ല് വേദനയും കൈവേദനയായിട്ട് നീ താരതമ്യപ്പെടുത്തരുത്. രണ്ടും രണ്ടാ. പല്ല് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു സാധനത്തിൽ വേദന വന്നാൽ അത് സഹിക്കാൻ പറ്റില്ല. അത് വരുമ്പോഴേ അറിയാൻ പറ്റൂ. കൈ അതുപോലെ അല്ലല്ലോ. എന്താ, കൈ ശരീരത്തിലുള്ളതല്ലേ? ഇത് കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്താണ്? കൈയിലെ വേദന നമുക്ക് കൈ കൊണ്ട് തടവാം. പക്ഷെ പല്ലിന്റെ അകത്ത് വേദന വന്നു കഴിഞ്ഞാൽ അറിയാലോ. ഒന്നുമില്ല, അതൊക്കെ അങ്ങ് മാറും. ഇച്ചിരി തൈലം മോളെ ഇച്ചിരി മാമിട്ട് തടവി കൊടുക്കും. എനിക്ക് ഇഷ്ടമല്ല. എന്ത് ബാമിട്ടതാണ്? നീ വെറുതെ ഒന്ന് ഞെക്കി തന്നാ മതി. ഇറാഖിൽ ബോംബ് വീണ് 17 പേർ മരിച്ചു. 2 മലയാളികൾ മരിച്ചു. ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 17 പേരൊന്നും അല്ല, അതിനേക്കാളും ആൾക്കാർ മരിക്കും. ബോംബിന്റെ ചില ബോംബ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും പോലെയല്ല. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷെ അതങ്ങോട്ട് പൊട്ടി തെറിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവനും ചിലപ്പോൾ ഇല്ലാതായി പോകും. അതാണ് നമ്മളെ കാര്യമൊക്കെ പേടിച്ച് തന്നെ ജീവിക്കണം. ഏത് നിമിഷവും നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ബോംബ് വീഴാം. കുന്തത്തിന് വീഴാൻ കണ്ട് നേരം മനുഷ്യൻ ബോംബ് നമ്മളെ പറഞ്ഞില്ല. അതിന് മുന്നേ താഴെ വീണ്. ഞാനൊന്ന് മേടിച്ചു കേട്ടാ. അതിന്റെ ആണി ഇളകി പോയതാ കേട്ടോ. ആണിയൊക്കെ വീഴാൻ കണ്ടത് നേരം പൊട്ടിയില്ല. പക്ഷെ കറക്റ്റായിട്ട് ഇപ്പൊ ഓടി തുടങ്ങി. കൈയോടെ അങ്ങോട്ട് തൂക്കിക്കേ. ഞാൻ അവിടെ ഇരിക്കും. എവിടെ തൂക്കാൻ? അവിടെ തന്നെ. അതിന് തൂക്കുളൊക്കെ അതിന് മേളിൽ കയറി ആണി അടിക്കണ്ടേ? പിന്നെ ആണി അടിക്കണ്ടേ? ആണി അടിക്കണേ. അതിന്റെ ചടങ്ങുണ്ട്. തക്കളി മോളെ ചുറ്റിയല്ല എടുത്തുണ്ടോ? എടുത്തുണ്ടോ? അവിടെ അകത്തിരിപ്പുണ്ട്. അയ്യോ അതെടുക്കല്ലേ. അതിന് കാല ഇളകിയിരിക്കാ. നടുന്നൊരു താഴെ വീഴും. ഇപ്പൊ ക്ലീറ്റോന് ഇതിന് കസേരയുടെ കൈ എത്തൂലേ? പിന്നെ ഞാൻ അമിതാഭ് ബച്ചനല്ലേ? അതൊക്കെ ദ്രവിച്ചിരിക്കും. ക്ലീറ്റോ ഒടിഞ്ഞു പോകും. ഞാൻ തുണി വെട്ടുന്ന മേശയാ അത്. അയ്യോ, ഇത് പിന്നെ അത് വേണ്ട. ചുറ്റിയല്ലേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മേളിൽ കയറാൻ എന്തേലും വേണ്ടേ? എന്താ ഈ കസേര എടുത്താലോ? അപ്പുറത്ത് സ്റ്റൂള് കിടപ്പുണ്ടാവും. കനകന്റെ മറ്റേ പഴയ സ്റ്റൂളില്ലേ, എനിക്ക് പോയി എടുക്കാൻ പോയി. അതൊക്കെ തന്നെ അവിടെ കൊണ്ടുവരണം. ഇവിടെ കിടക്കേണ്ട സാധനം ഇവിടെ ഇട്ടാ പോരെ? അങ്ങനെ ഇവിടെ കിടക്കേണ്ട സാധനം അത് ആ വീട്ടിലായിരുന്നില്ലേ? അവരല്ലേ താമസിക്കണം. അവർക്ക് എന്തിനാ സ്റ്റൂൾ? നമ്മുടെ സാധനല്ലേ? നീ സ്റ്റൂൾ എടുത്തുണ്ടോ? ചുറ്റുകല്ലല്ലടി, ചുറ്റിക. അതെ, എനിക്ക് പാർട്ടി മീറ്റിങ്ങിന് പോണം.
ഞാൻ പോയിട്ട് വന്നിട്ട് അത് തറച്ചു വെക്കും. അത് വേണ്ട, അത് തറച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആശുപത്രി പോയിട്ട് പോവാം. ആശുപത്രിയിൽ എന്തിനു? എനിക്ക് കൈക്ക് കാണിക്കണം, എനിക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ വേദന മാറും. അത് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കില്ല, വെറുതെ ആവശ്യമില്ലാതെ. എന്തിനാ ക്ലീറ്റോ? ഒന്ന് വന്നാലെന്താ നിങ്ങൾക്ക്? അതൊന്നുമില്ല, ഇച്ചിരി കൊട്ടൻ ചുക്കാതെ ഇട്ടിട്ട് ഒരു തിരുമ അങ്ങോട്ട് തിരുമ്മി അത് മാറും. ക്ലീറ്റോ ഒരു കാര്യം ചെയ്തേ, ആ സ്റ്റൂൾ എടുത്തിട്ട് വന്ന് അപ്പുറത്ത് പോയി ഞാൻ അപ്പോഴത്തേന് റെഡി ആവാം, നമുക്ക് കണ്ട് ഒരുമിച്ച് അങ്ങ് പോവാം. ആശുപത്രിയിൽ എനിക്ക് വരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നീയും തക്കളയും കൂടെ ആശുപത്രി പോവുക, ഞാൻ നേരെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. ഞാൻ അവിടെ കിടക്കാൻ പോണതല്ല ആശുപത്രിയിൽ, പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞാൽ. അവിടെ നല്ല തിരക്കുണ്ടാവും, ചെന്ന ഉടനെ നിന്നെ ഞങ്ങൾക്ക് അവിടെ കയറ്റി ചികിത്സിക്കൊന്നുമില്ല. ക്ലീറ്റോന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നീ എന്നെ വിളിക്കും, അപ്പൊ ഞാനും വരില്ല. ഓ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഏതൊക്കെ ആവശ്യത്തിന് ഞാൻ വന്നു, എൻ്റെ ഏതൊക്കെ ആവശ്യത്തിന് നീ വന്നു നോക്കൊന്ന് എഴുതി ലിസ്റ്റ് തയ്യാറാക്കി പോയി. അപ്പം അത് നോക്കി നമുക്ക് വരാൻ പോവുകയും ചെയ്യാം. എന്ത് നീ ഒരു കാര്യം റെഡിയായി പോവാൻ നോക്ക്. ഞാനൊന്ന് കുളിക്കട്ടെ. ഇത് തറച്ചു വെക്കാൻ. ഓ, ഇനി അത് തറയ്ക്കാം. ഞാനേ ഒരു കാര്യം, ഞാൻ കുളിച്ചിട്ട് അവിടെ പോയി സ്റ്റൂളും എടുത്ത് ഞാൻ തറച്ചു. നിങ്ങൾ റെഡിയായി പോകുന്നു? വേണ്ട, ആശുപത്രിയിലോട്ട് പോവാം, നീ റെഡിയാവും. പോകുമ്പോഴേ എനിക്ക് മുട്ടായി വാങ്ങിച്ചു. ചേട്ടാ എങ്ങനെയുണ്ട് ചിക്കൻ കറി? സൂപ്പറായിട്ടുണ്ട്. പഠിച്ചത് നീ? ഞാൻ നെറ്റിൽ നോക്കി ഉണ്ടാക്കിയതാ. ആ നെറ്റില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ. എന്താ? ചുമ്മാ പറഞ്ഞതാ. പിന്നെ ചിക്കൻ കറി എന്ന് പറയുമ്പോഴും എൻ്റെ അമ്മ വയ്ക്കുന്നു വറുത്തരച്ചിട്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും അപ്പൊ പറയും വേറെ എന്തെങ്കിലും കഥ. ഞാൻ ഉണ്ടാക്കണതിനൊന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടാ? എന്നാലും എനിക്ക് അടുത്തടുത്ത് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഞാൻ പ്രോത്സാഹിപ്പിക്കല്ലേ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലും അപ്പൊ വേറെ കഥ പറയും. അപ്പോൾ വേറെ കഥ അല്ലല്ലോ ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മ വയ്ക്കുന്ന കുറേ കറികളുടെ കാര്യമല്ലേ പറഞ്ഞത്. അതുപോലെ ഈ കപ്പയ്ക്ക എടുത്തിട്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു തോരൻ വയ്ക്കും. എനിക്ക് മരച്ചീനിയുടെ ഒരു സാധനം ഉണ്ടാക്കാറായി, ഞാൻ ഉണ്ടാക്കി തരാം. അത് മരിച്ചിന് തേങ്ങ കപ്പയ്ക്ക കപ്പക്കിട്ട് അടിപൊളിയായിരിക്കും. എന്താ ടേസ്റ്റ് അറിയാം. ഇറച്ചി വയ്ക്കുമ്പോഴേക്കും അത്ര ടേസ്റ്റാണ്. ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കി തരുമോ? എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് വെച്ച മീൻ മുളക് ഇട്ടതോ, അത് ഇഷ്ടായില്ല? മിനിഞ്ഞാന്ന് മുളകിട്ടതാണത്. പിന്നെ അതിന്റെ രുചി നാവിന്ന് പോകുന്നില്ല, അതിപ്പോഴും പോകുന്നില്ല. എന്തായിരുന്നു ഒരു മാസം കൂടെ അത് കാണും. അതൊരു വെച്ച പോലെ വെച്ചല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ എന്ത് പറഞ്ഞാലും എന്തോ ഒരു കുളത്ത് വലിക്കാൻ സംസാരിക്കും. കോളത്തല്ലടേ, ചിക്കൻ കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. ഇനി അടുത്ത് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി എന്താ വേണ്ട, ഞാൻ അടുത്ത നെറ്റിൽ നോക്കി പഠിച്ചിട്ടുണ്ടാക്കി തരാം. ഓക്കെ. കപ്പ ഇളക്കിയത്, കപ്പ മരിച്ചിനില്ല, മരിച്ച് നന്നായിട്ട് അരിഞ്ഞ വെച്ച് ഇളക്കി നല്ല ചൂര മീൻ വാങ്ങിച്ചിട്ട് തേങ്ങ അരച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കണം. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിനകത്ത് നടുക്ക് മീൻ കഴിച്ചിട്ടില്ല കഴിക്കണം. അതൊക്കെ നാട്ടുപുറത്ത് കഴിക്കണം. ചേട്ടന് വേണ്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്, അതറിയോ? വേണം, പഠിക്കണം. കുറച്ചുകൂടി കറി കൊണ്ടുവരട്ടെ. ഇനി പോയി ഒരു ചപ്പാത്തി കുറച്ച് കറി കൊണ്ടു. വെള്ളം കൂടി. ഈ വൈബ്രേറ്റിങ് ആദ്യം മാറ്റണം. ഹലോ, എന്തേലേ രാവിലെ? എവിടെ? അവരെടുത്താ? ഓ, ഞാൻ എത്തി. ഇതാ വന്നതാ, ഇതാ പറഞ്ഞു പറ്റി. അപ്പോഴേക്കും പോയോ? ഇലക്ഷന് തോറ്റാ മതിയായിരുന്നു, ഒരു നേരം വീട്ടിൽ കാണുന്നു. അല്ലേ കൊച്ചായി ആളില്ലേ? അതെ, നമ്മുടെ ഒരു സ്റ്റൂൾ ഇവിടെ കിടപ്പുണ്ടെന്ന് തങ്കം പറഞ്ഞു. നിങ്ങളുടെ സ്റ്റൂളോ? ഞങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ അളിയൻ്റെയാണ്, കനകാളിയൻ്റെ. അപ്പോൾ അത് ഇവിടെ കിടപ്പുണ്ട്, അതൊന്ന് എടുക്കാൻ വന്നതാ. അളിയൻ്റെ സ്റ്റൂളോ? ആ, അതിപ്പോ ചേട്ടന് എന്തെങ്കിലും ആവശ്യത്തിനാണോ എടുത്തിട്ട്? ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്റ്റൂളാണല്ലോ. അവകാശപ്പെട്ടതോ? ആ, അതെ. എന്നുവെച്ചാ അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ എനിക്ക് അവകാശപ്പെട്ടത്, അളിയൻ്റെ സ്റ്റൂളും എനിക്ക് അവകാശപ്പെട്ടത്. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ അവിടെ കൊണ്ടിടാനുള്ള സ്റ്റൂളാണല്ലോ. അതിപ്പോൾ നേരത്തെ എങ്ങാണ്ടോ ഇവിടെ ഇട്ടിരുന്നു, നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയതാ. അല്ല, അത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ കുറച്ചൊരു അവസരം തന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്റ്റൂൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. പറയുന്നേ കൊച്ചിന് ഞാൻ മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എൻ്റെ അളിയനെ അറിയാമോ?
എന്റെ അളിയൻ കനകനെ കണ്ടിട്ടുണ്ടോ? അതെനിക്കറിയാം. അറിയാം, കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല, പക്ഷെ എനിക്കറിയാം. അതായത് ഈ ഹവിൽദാര മോനാണ് കനകൻ. ഹവിൽദാർ ലഡാക്കിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റൂളാണിത്. പഴയ സ്റ്റൂളാണ്, നല്ല പാരമ്പര്യമുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റിയതല്ല. പിന്നെ നിങ്ങളായതുകൊണ്ട് ഇവിടെ ഇട്ടിരുന്നു. അപ്പോൾ അതിപ്പോൾ തിരിച്ചിവിടെ വേണം, ഒരു അത്യാവശ്യം അത് എടുക്കാൻ വന്നതാണ്. അല്ല, സ്റ്റൂള് ഞങ്ങളിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോവാം. ഔദാര്യം, നിങ്ങളുടെ ഔദാര്യം ഉപയോഗിച്ചിട്ട് തിരിച്ചിവിടെ തരണം അല്ലേ? ഞങ്ങളല്ലേ ഏൽപ്പിച്ചത് ഇതൊക്കെ. നിങ്ങളെ ഏൽപ്പിച്ചെന്ന് ആര് പറഞ്ഞു? പിന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന മുഴുവൻ മേൽനോട്ടം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അളിയാൻ പോയത്. ഈ ഫർണിച്ചർ മുഴുവൻ വേണമെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടിടാം. പക്ഷെ ഞാൻ അത് ചെയ്യാത്ത എന്റെ മര്യാദ. ഇപ്പൊ കൊച്ച സ്റ്റൂൾ എടുത്തുണ്ടോ? അതെ, ഞങ്ങൾ ഇവിടെ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ ഇതിന് എല്ലാത്തിനും കൂടി എഗ്രിമെന്റ്. പക്ഷെ ആ സ്റ്റൂൾ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റൂൾ എല്ലാ ഫർണിച്ചേഴ്സും കൂടിയിട്ടാണ്. അയ്യോ, അത് ഫർണിച്ചർ അല്ല, അതൊരു പുരാവസ്തുവാണ്. അത് ഹവിൽദാർ ഓർമ്മയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റൂളാണ്. എങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എന്റെ ക്ലീറ്റസ് ഒരുപാട് പട്ടാളത്തിൽ നിന്ന് വന്ന ആ സ്റ്റൂളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതറിയാമോ? അങ്ങനെ ഒരു കഥയുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ അമ്പിളിച്ചേട്ടനില്ല. എനിക്ക് അമ്പിളിച്ചേട്ടൻ വേണ്ട, എനിക്ക് സ്റ്റൂൾ മതി. കൊച്ചു മാറിക്കേ. എന്താ ക്ലീറ്റസ് ചേട്ടൻ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഇത്? ഞാൻ പറഞ്ഞു, എനിക്ക് സ്റ്റൂൾ മാത്രം മതി, ഇവിടുന്ന് വേറെ ഒന്നും വേണ്ട. അതെ, ആ സ്റ്റൂളിന് എടുത്തോളന്നേ. എവിടെ പോവാ? ഞാൻ മാത്രമേ ഉള്ളപ്പോ ഇവിടെ ഇങ്ങനെ അതിക്രമിച്ച് കയറിയിട്ട് സ്റ്റൂൾ എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അല്ല, ഇത് എനിക്ക് സ്റ്റൂൾ എടുക്കാൻ വന്നതാണ്. എനിക്ക് വേറെ ഇവിടെ ഒന്നും വേണ്ട. ഞാൻ മോഷ്ടിക്കാനോ വെക്കാനോ വന്നില്ല. കൊച്ചാ, സ്റ്റൂൾ അവിടെ കിടപ്പുണ്ട്. അത് തന്നെ അമ്പിളിച്ചേട്ടൻ വന്നിട്ട് വാ. എനിക്ക് ആ സ്റ്റൂൾ കൊണ്ട് ഇപ്പൊ ഒരു അത്യാവശ്യം ഉണ്ട്, അത് എടുക്കാനാണ് വന്നത്. എന്നാ എടുത്തിട്ട് അമ്പിളിച്ചേട്ടൻ എനിക്ക് പ്രശ്നമില്ല. കളിക്കാതെ മാറി. ആവശ്യത്തിന് കളിക്കരുത്. ഇത് വിടാനെന്ന് പറഞ്ഞാ സ്റ്റൂള് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. ആവശ്യമുള്ള സാധനം അതുകൊണ്ടാണ് ഞാൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ സ്റ്റൂള് കളിക്കുന്ന പിന്നെ മര്യാദയ്ക്ക് ചോദിച്ചാൽ തന്നൂടത്. കൈ പോകും. അങ്ങനെ തന്നെ അയ്യോ, പോലീസിനെ മാത്രമല്ല, ഇന്ത്യൻ മിലിറ്ററി മുഴുവനും വിളിക്കും. വിളിച്ചു വരുത്തിട്ട് വലിയൊരു പരാതി കൊടുക്കും. പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ കൊടുക്കും കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചാ വെച്ചേ സ്റ്റൂള് ഞാൻ എടുത്തിട്ട് മര്യാദയ്ക്ക് തരാന്ന് പറഞ്ഞ ഔദാര്യം ഒന്നും വേണ്ട. ഇത് അയ്യോ, പിന്നെ കനകന്റെ അടുത്ത് നിങ്ങൾ ഒരു സമാധാനം എന്ന് പറയണ്ട. അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം കേട്ടാ. പോലീസിനെ വിളിക്കാൻ പോലീസിനെ വിളിക്കും. നിന്റെ കെട്ടിയ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ നീ കൂടുതൽ നിങ്ങളിക്കല്ലേ. നിന്റെ ഇത്ര നീളമുള്ള നാക്കെടുത്ത് ആദ്യം അകത്തിട്ട് ആണുങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ. അയ്യോ, അതെ, നിന്റെ കെട്ടിയ വന്ന പിന്നെ എനിക്ക് ഭ്രാന്ത് കൂടിയിട്ടുണ്ട്. അവന് മുഴുവൻ ഭ്രാന്താണല്ലോ. സൗകര്യല്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്ന് അറിയണമെങ്കിൽ എന്റെ തങ്കത്തിന്റെ അടുത്ത് വന്ന് ഒരു അരമണിക്കൂർ സമയം ചെലവിടണം. അപ്പൊ പെണ്ണുങ്ങൾ എങ്ങനെ പെരുമാറണം, പെണ്ണുങ്ങളെ രീതി, അതങ്ങനെ നീ പെണ്ണല്ലോ. പിന്നെ എന്നെക്കാളും വലിയ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളതാ. ഓ, സമയമില്ലാത്ത സമയത്ത് ക്ലോക്ക് നിനക്ക് ഇപ്പോഴും തന്നെ വീഴണം. ഇനി അവിടെ കിടക്കും. കസേര കൂടെ കിടക്കണം. എന്തിനാണ് ഇപ്പൊ എന്റെ അളിയന്റെ കസേര ഇട്ട് അവനും അങ്ങനെ ഇരിക്കണം? എൻ്റെ അപ്പോ ഭയങ്കര പ്രശ്നം. വെട്ടും കുത്തുമൊക്കെ നടക്കേണ്ടതാണ്. ഞാൻ പിന്നെ പോയി ഒരുവിധം സംസാരിച്ച് ഒതുക്കി. അനിയനും ചേട്ടൻ തമ്മിൽ എന്താ വസ്തുവില്ല ചെറിയൊരു പ്രശ്നം വെച്ചിട്ട് അവകാശ തർക്കം തീർന്നുണ്ട്. ഇവിടെ ഒരു അവകാശ തർക്കം തീർക്കാനുണ്ട്. ഇവിടെ എന്തോന്ന് അവകാശ തർക്കം? ആ ക്ലീറ്റസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ക്ലീറ്റസ് പറയാൻ കുഴപ്പം തോന്നുന്നു. എന്നിട്ട് ഇവിടുത്തെ സ്റ്റൂൾ എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയിട്ട് അവന്റെ സ്റ്റൂളല്ലേ? അങ്ങനെ അവന്റെ സ്റ്റൂള് പിന്നെ മര്യാദയ്ക്ക് വന്നിട്ട് ചോദിച്ചു വേണ്ട എടുത്തോണ്ട് പോയാൽ പോരെ. ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുപോയിക്കാനോ അത്രേ. ആ പോട്ടെ, ഇനി അതിന്റെ പേര് വഴക്കൊന്നുണ്ടാകും. എന്ത് പോട്ടെന്ന്? അയാൾ ഇങ്ങനെ എല്ലാം വന്നിട്ട് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കനകൻ ചേട്ടനോട് എന്താ പറയാ? ആൾക്കാർ കേട്ട എന്താ മനുഷ്യ എന്തോ എടുത്തോണ്ട് പോകുന്ന ഇവിടെ വേറെ എന്തോ എടുത്തോണ്ട് പോകാൻ. പിന്നെ അല്ലാണ്ട് മര്യാദയ്ക്ക് വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? ഇത് സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാനോ അത്രേ അവിടെ. ഞാൻ പറഞ്ഞത് പോട്ടെ, ഒരു സ്റ്റൂള് തന്നെയല്ല ഇവിടെ ഇത്രയും ഫർണിച്ചർ വേറെ കിടക്കുന്നില്ലേ? ഈ മനുഷ്യനെന്താ പറഞ്ഞ മനസ്സിലാവാത്ത? അത് മര്യാദയ്ക്ക് എടുത്ത് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്നെ തട്ടി മറിച്ചിട്ട് എന്റെ കൈ പിടിച്ച് വീണ്ടും ചതഞ്ഞാതറിയോ? ഇത് നോക്കി ഇവിടെ എല്ലാം വേദനിച്ചിട്ട് പോയി എനിക്ക്. അല്ല, നീ അവരുടെ അടുത്ത് വരാൻ അനാവശ്യം വല്ലതും പറഞ്ഞാ? ഞാൻ ഒരനാവശ്യം പറഞ്ഞിട്ടില്ല. ചുമ്മാ എന്നപ്പോ തട്ടി മറിച്ചിട്ട് പോയാ? ആ, അയാൾ
വന്നിട്ട് സ്റ്റൂൾ എടുത്തോണ്ട് പോകുമ്പോ എന്നെ മറിച്ചിട്ടിട്ടാ കൊണ്ടായത്. മറിച്ചിട്ട് എന്റെ കൈ പിടിച്ച് ഓടിച്ചു. ഒടിച്ച കൈ ഒടിച്ചോ? എന്തിന്? എനിക്ക് കേൾക്കണല്ലോ. ഇങ്ങോട്ട് വാ. എന്താ പറഞ്ഞ മനസ്സിലാവും. ഇങ്ങോട്ട് വാ നീ. പോയി ചോദിക്ക്. വാ. ആ വിളിച്ചേട്ടാ, ആ നീ എവിടെ പോയാ? ഞാൻ എന്റെ കൈക്ക് ഭയങ്കര വേദനന്നേ. അപ്പൊ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ. പക്ഷെ കാണാനും പറ്റിയില്ല. മറ്റന്നാള് പോണം. എന്താ രണ്ടുപേരും കൂടി ഇതെന്ത് പറ്റി വെക്ക്? നിന്റെ ഭർത്താവിന് എന്ത് പറ്റി? ഇങ്ങനെയാണെങ്കിൽ താമസിയാതെ നാട്ടുകാർ അടിച്ചു കൊല്ലും കേട്ടാ. ആളില്ലാത്ത വീട്ടുകാർ പെമ്പിള്ളേർ ഉപദ്രവിക്കുക, അവിടെ നിന്ന് സാധനം എടുത്തോണ്ട് പോവാ. എന്തോന്ന് കാണിക്കണവേ? ആരും ഉപദ്രവിച്ചു? ചോദന അങ്ങോട്ട്. ചേട്ടൻ വന്നിട്ട് സ്റ്റൂൾ എടുത്തോണ്ട് പോയി, എന്നെ തട്ടിമറിച്ച് കൈ എടുത്ത് ഓടിച്ചിട്ട്. അങ്ങനെ പറയരുത് ക്ലീറ്റോ, അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. സ്റ്റൂൾ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അത് ക്ലോക്ക് താഴെ വീണോ ക്ലോക്ക് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് എത്ര ഉണ്ടായിരുന്നില്ല. അതിന് അങ്ങനെ അനാവശ്യം പറയണേ. ഞാൻ കള്ളം പറയണോ? മര്യാദയ്ക്ക് വന്നിട്ട് എടുത്തിട്ട് പോയാ പോരെ. അതിന് എന്റെ കൈ പിടിച്ചോടിക്കുന്നത് എന്തിനാ? ക്ലീറ്റോ അങ്ങനെ കൈ പിടിച്ചോടിക്കൂല, അത് വെറുതെ പറയണ നമ്മളിക്കൂട്ടൻ ചേട്ടാ. കരഞ്ഞോണ്ടിരിക്കുന്ന എന്തിനെ? എന്താ ശരിക്കും പറ്റിയത്? എന്റെ ചേച്ചി, ഞാൻ സത്യം പറയണത്. അങ്ങേര് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഇവിടെ നല്ല സാധനം എടുത്തോണ്ട് പോവാന്ന് വെച്ചാല് ഞങ്ങൾക്ക് ആ കരകൻ ചേട്ടനോട് സമാധാനം പറയണ്ടേ? അതിനൊരു ഇത്തിരി നേരത്തേക്കല്ലേ സ്റ്റൂൾ എടുക്കണം? അല്ല, ഇത്തിരി നേരത്തേക്കല്ല, നമ്മളെ സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാൻ പോയതാന്നാ പറഞ്ഞത്. സ്റ്റൂളാണോ പ്രശ്നം? സ്റ്റൂൾ അങ്ങ് തിരിച്ചു തന്നേക്കാൻ ഞാൻ വിളിച്ചോക്കട്ടെ ക്ലീറ്റോ. അവിടെ ഒന്നുമില്ല, അങ്ങോട്ട് പോയത് ഞാൻ കണ്ടതാ. അത് കഴിഞ്ഞിട്ട് ക്ലീറ്റോക്ക് ഇന്ന് പാർട്ടിയുടെ എന്താ പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോയി. ഹലോ ഹലോ ക്ലീറ്റോ, സ്റ്റൂൾ എന്തിനാ ഈ പെങ്കൊച്ചിന്റെ കൈ പിടിച്ച് തിരിച്ചെന്നൊക്കെ പറയണെന്താ? കാലൊടിഞ്ഞു സ്റ്റൂളിന്റെ. അതങ്ങനെ ഒടിയും? എനിക്കറിയാലോ, നല്ല ബലമുള്ള സ്റ്റൂളാണത്, പഴയ സ്റ്റൂളാണത്. അങ്ങനെ ഒടിയൊന്നുമില്ല, അവൻ കള്ളം പറയാം. എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഞാനത് ശരിയാക്കി തന്നാ പോരെ? കൈക്ക് എന്താ ഒരു കുഴപ്പമില്ല കേട്ടോ സ്റ്റൂളിന്. ഇനിയിപ്പൊ അതിന് സമാധാനം നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ എന്തൊരു സ്റ്റൂളല്ലേ പ്രശ്നം, അത് ശരിയാക്കി തരാം. അതിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തങ്ക ഇപ്പൊ സ്റ്റൂളല്ല പ്രശ്നം, ആ സ്റ്റൂൾ എനിക്ക് വേണ്ടതെന്ന് താനായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും തട്ടിത്തരാൻ വീട്ടിൽ ഒന്ന് കാണിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ ആ സ്റ്റൂൾ കിട്ടിയേ പറ്റുള്ളൂ. നീ വാങ്ങോട്ട്, അത് ഒടിഞ്ഞിട്ടൊന്നുമില്ല, എനിക്കറിയാം അവനെ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്തോന്ന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ അവൻ കള്ളം പറയാണെന്ന്. നീ എന്താണ് അവളെ കൈ പിടിച്ചോടിച്ചത്? പക്ഷെ കള്ളം പറയില്ല, ഞാൻ കൊച്ചിനെ കയ്യിൽ വരും തൊട്ടോ. പക്ഷേ പിന്നെ നിങ്ങളല്ലേ കള്ളം പറയുന്നത്? നിങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ വീട്ടിൽ കയറി വന്ന് ബഹളം വെച്ചത്? അയ്യോ, ഞാൻ ഈ സ്റ്റൂള് കഴിച്ചപ്പോ അത് തന്നില്ല, അപ്പൊ ഞാൻ അത് പിടിച്ചു മേടിച്ചതേ ഉള്ളൂ. ഇനി മേല വീട്ടിൽ ഇങ്ങനെ പെമ്പിള്ളേരെ ഉപദ്രവിച്ചോണ്ടല്ലോ ഓടിച്ച മണ്ട സ്റ്റൂള് കിട്ടിയല്ലേ, നിങ്ങൾ പോ. നീ ഓർമ്മിച്ചോട്ടാ. എന്റെ കർത്താവ്, പെമ്പിള്ളേർ ഇങ്ങനെയുണ്ടാ? എന്തൊരു കള്ളമാണ് അപ്പൊ വെച്ച് പറയണ. സത്യം പറയാം തങ്ക, ഞാൻ സ്റ്റൂൾ എടുക്കാനായിട്ട് അവിടെ പോയപ്പോൾ സ്റ്റൂൾ ചോദിച്ചപ്പോൾ അത് തന്നില്ല. ഞാനങ്ങനെ സ്റ്റൂൾ പിടിച്ചു വെച്ചപ്പോൾ സ്റ്റൂൾ തരണില്ലെന്നേ, അതെടുത്ത് എൻ്റെ തലക്കടിക്കാൻ നോക്കിയതാ അവള്. എന്നിട്ട് കള്ളം പറയുന്നു, ഞാൻ അവളെ കൈ പിടിച്ച് തിരിച്ചെന്ന്. എൻ്റെ പട്ടി വരും അവളെ കൈ തൊടാൻ. ഞാൻ എന്താ ക്ലീറ്റോ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയണേ? നിങ്ങൾ ഒന്നും ചെയ്തില്ലേ? നിങ്ങൾ ആ സ്റ്റൂൾ സ്വന്തമാക്കാൻ നോക്കിയതിനാ? അത് ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാന്നല്ലേ പറയേണ്ടത്? അതുപോലെ നമ്മുടെ അളിയൻ്റെ സ്റ്റൂളല്ലേ? അളിയന്റെ ആണെങ്കിൽ അതിൽ കിടന്നു ഉറങ്ങണത് നിങ്ങള്. അതല്ല, ആ സ്റ്റൂൾ ഇവിടെ ഉണ്ടെങ്കിൽ അളിയും ഇവിടെ ഉള്ള പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ തിന്നത് ദേഷ്യം വന്നിട്ടോ ക്ലീറ്റോ. ഓരോ പ്രശ്നങ്ങള് അമ്പിളിച്ചേട്ടൻ അവിടെ ഇല്ലെങ്കിൽ അത് പിന്നെ മതി എന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങി പോരണം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ, ഞാൻ ഈ ക്ലോക്ക് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ശരിയാക്കാന്ന് പറയുമ്പോ നീ അവരുടെ കൈ പിടിച്ചോടിക്കാൻ പറഞ്ഞു. ഞാൻ കൈയൊന്നും പിടിച്ചില്ല തങ്ക. ഈ പെണ്ണുള്ള കർത്താവെ അവളെ തലയിൽ ഇടുത്തി വീഴണേ. ഇങ്ങനെ കള്ളികള് കാലൊടിഞ്ഞെന്ന് ഞാൻ ആ അമ്പിളിച്ചേട്ടന്റെ മുമ്പിൽ കള്ളിയായില്ലേ? ഞാൻ കാലൊടിഞ്ഞെന്നല്ലേ നിന്നോട് പറഞ്ഞു. ആ കാലൊടിഞ്ഞെന്ന് പറഞ്ഞാ ഒരു സ്റ്റൂളിന്റെ കാലൊടിച്ചിട്ടുണ്ടായി ക്ലീറ്റോ. സ്റ്റൂളിന്റെ കാലല്ലേടി, പിന്നെ ആരുടെ കാലൊടിഞ്ഞു. തൊടല്ലേ. ഇതെന്താ പറ്റി? ഞാനേ ക്ലോക്ക് അവിടെ ആണി അടിച്ച് വെക്കാൻ വേണ്ടി സ്റ്റൂൾ എടുത്തിട്ടിട്ട് സ്റ്റൂളിന്റെ മേളിൽ കയറി ചിറ്റയിലടിച്ച് ആണി അടിച്ചത് സ്റ്റൂൾ ചരിഞ്ഞ് വീണപ്പോൾ എൻ്റെ കാലിൽ കൂടെ സ്റ്റൂളും വീണപ്പോൾ തുടരുന്ന തക്കളി പൊട്ടലുണ്ടോയെന്നൊരു സംശയമുണ്ട്. വേദനയുണ്ട്, ചെറിയ നീരുണ്ട്. നോക്കാനൊന്നുമില്ല, അവിടെ തന്നെ കുഴപ്പമുള്ളത്. അതെ തങ്കം, നമുക്കൊന്ന് ആശുപത്രി വരെ പോയാലോ? എന്താ? ആശുപത്രി പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ പൊട്ടലുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റുമല്ലോ. ആശുപത്രിയിൽ കാല് കാണിക്കാൻ. അതെ, അതിനിപ്പം എക്സ്റേ ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല ക്ലീറ്റോ. അതിപ്പോൾ നമുക്ക് കണ്ടാലറിയാലോ. തന്നെയല്ല, കൈക്കും കാലിലൊന്നും ഡിസ്ക് ഇല്ല. ഏതൊരു ഇതിപ്പോൾ നമുക്ക് കുറച്ച് കൊട്ടൻ ചുക്കാതിയൊക്കെ ഇട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് മാറും. അത് ശീലക്കേടിൻ്റെയാ, അത് ശീലമാവുമല്ലോ. പോരെങ്കിൽ ഇത് മുറ്റത്തിൽ കൂടി 2 റൗണ്ട് ഓടും, അപ്പം നല്ല സുഖം ഉണ്ടാവും. മനസ്സിലായി കാണുമല്ലോ.
അത്രേ ഉള്ളൂ കേട്ടോ. എന്താ ക്ലീറ്റോ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. Alien versus Alien.